ചേന്നൻ ഒറ്റയ്ക്ക് നിന്ന് തല്ലി. എന്നിട്ട് തല്ലുകൊണ്ടിങ്ങ് പോന്നു നാറികള്. അവനൊരു കൂറ്റനാ മുതലാളി. ഇല്ലെങ്കിൽ ഞങ്ങൾ 4 പേരിങ്ങനെ തിരിച്ചു പോരുമോ? നാണമുണ്ടോടാ നിനക്കൊക്കെ ഇത് പറയാൻ? അവളുടെ പേരൊക്കെ തീ വയ്ക്കാമായിരുന്നില്ലേ? അവനെ ഇങ്ങനെ വിടരുത് മുതലാളി. അവനെ ഈ കരയെന്ന് തല്ലി ഓടിക്കണം. കാക്കമ്മയെ വിളിച്ച് അവിടുന്ന് പറഞ്ഞാൽ യുവമാർക്കൊക്കെ വല്ലതും കൊടുക്ക്. തല്ലുകൊണ്ട നീരുവീക്കം മാറട്ടെ. കഴുതകള് പോടാ. അവനെയല്ല, ആ കാക്കമ്മയാണ് ഈ കരയിൽ നിന്ന് ഓടിക്കേണ്ടത്. എന്തിനാടി അസൂയ? അവളും പിഴച്ചോട്ടേടി. ഇവിടെ ആരും ഇല്ലേ? വീട്ടുകാരെ ആരും കാണാനില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ആരാ? ആരാണെന്നോ? എന്റെ പേര് രാമന്ന, താറാവുകാരനാ. ചേന്നനില്ലേ ഇവിടെ? ഇങ്ങോട്ടിരി, ഇപ്പൊ വിളിക്കാം. ആ വിളി. ഇയാള് നല്ല ചതിയാ ചെയ്തത്. താനെന്താണോ കുന്തം മെഴുകിയ പോലെ നിൽക്കുന്നത്? താഴേക്ക് ഒളിച്ചോടി പോയതല്ലേ? ഇത്ര ദുരിശം പിടിച്ച് താൻ എങ്ങോട്ടായി പോയത്? എവിടെയൊക്കെ തിരക്കി? എത്ര വർഷമായി? താനെന്താണോ ഈ പഴയ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നിട്ട് കമാന്ന രക്ഷമുണ്ടാകുന്ന നിൽക്കുന്നത്? താൻ ഇരിക്കേ. കെട്ടിയോളും മോളും ആയിരിക്കും. കുറെ കാലം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു ദിവസം രാത്രി ആരോടും മിണ്ടാതെ സ്ഥലം വിട്ടു. എന്റെ കെട്ടിയോൾക്കായിരുന്നു എന്നെക്കാൾ കൂടുതൽ വിഷമം. 2 ദിവസത്തേക്ക് അവള് കഞ്ഞി കുടിച്ചിട്ടില്ല. ഞാനും നീലിയും കൂടെ എപ്പോഴെല്ലാം തിരക്കിന്നറിയാമോ? ആ താറാവുകാരനല്ലേ, എവിടെയെങ്കിലും പോയി കൂട് വെച്ച് കാണുമെന്ന് കരുതി. ആ അതെ, ചായ എടുക്കാനാണെങ്കിലേ നല്ല കടുപ്പം വേണം. ഇഷ്ടം പോലെ പഞ്ചാര ഇട്ടോ, അതാ എന്റെ പതിവ്. ഒന്ന് പറഞ്ഞു കുറവ് പോവേ.